മറുനാടൻ കിച്ചണിൽ ഇന്നത്തെ വിഭവം പരിപ്പ് തക്കാളി വെണ്ടയ്ക്കാക്കറി. ചോറിന് ഒഴിച്ചു കൂട്ടാൻ പറ്റുന്ന എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. 1/4 കപ്പ് പരിപ്പ് നന്നായിട്ട് കഴുകി അരമണിക്കൂർ നേരം വെള്ളത്തിലിട്ട് കുതിർത്തിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 3 പച്ചമുളകും കൂടെ പൊളന്നിട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു മിക്സിയുടെ അരയ്ക്കുന്ന ജാറിലേക്ക് ഒരു 1/4 മുറി തേങ്ങയുടെ പീരയിട്ട് കൊടുക്കാം. ഇനി ഇത് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കുക. അതിനുശേഷം കുറേശ്ശെ വെള്ളം ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം. പരിപ്പ് നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. ചൂടായ ചട്ടിയിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഒരു മീഡിയം സൈസ് സബോള നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കാം. ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഈ സമയത്ത് 2 വെണ്ടയ്ക്ക മുറിച്ചിട്ട് കൊടുക്കാം. ഇത് വയലറ്റ് കളറിലുള്ള വെണ്ടയ്ക്കയാണ്. വെണ്ടയ്ക്ക ഒന്ന് വാടി വരട്ടെ. വെണ്ടയ്ക്ക ഇതേപോലെ ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ 2 മീഡിയം സൈസ് തക്കാളിയും കൂടെ ഇതേപോലെ അരിഞ്ഞിട്ട് കൊടുത്ത് ഒന്ന് വാട്ടിയെടുക്കാം. നന്നായിട്ട് വാടി വരണം. ഇതേപോലെ നന്നായിട്ട് വാടി വന്നു കഴിഞ്ഞാൽ 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടിയുടെ പച്ചച്ചുവയൊക്കെ നന്നായിട്ടൊന്ന് മാറി വരട്ടെ. അപ്പോൾ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇങ്ങനെ മുളക് പൊടിയുടെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി വരുമ്പം നമ്മൾ നന്നായിട്ട് വെന്ത് ഉടച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. കുക്കർ കഴുകി അല്പം വെള്ളം കൂടി ഇങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പ് നോക്കണം. നമ്മൾ പരിപ്പിൽ ഉപ്പ് ചേർത്തിരിക്കുന്നത് കൊണ്ട് നോക്കിയതിന് ശേഷം മാത്രം പോരെങ്കിലേ ചേർത്ത് കൊടുക്കാവുള്ളൂ. ഇനി ഇത് അടച്ച് വെച്ച് തിളപ്പിക്കാം. ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇത്രയും നീണ്ടിരിക്കാവുള്ളൂ. ഇതുക്കുള്ള നീളാൻ പാടില്ല. ഒരു ഒഴിച്ചേറിയല്ലേ. തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് തിളയ്ക്കാനും പാടില്ല. നന്നായിട്ടൊന്ന് ആവി കയറി വന്നു കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് താളിച്ച് ചേർക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. ഇനി ഇതിലേക്ക് 2-3 ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ 2-3 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. മുളകിൻ്റെയൊക്കെ നിറം ഇതുപോലെ ഒന്ന് മാറി വന്നു കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്തിട്ട് അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ കറിവേപ്പിലയുടെ ഫ്ലേവർ നഷ്ടപ്പെടുന്നതിനൊക്കെ മുമ്പ് തന്നെ നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഈ കറി വളരെ വേഗത്തിൽ തന്നെ അടച്ചു വെക്കണം. അടച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റിന് ശേഷമേ ഈ കറി തുറക്കാവുള്ളൂ. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി കറി ഒന്ന് ഇളക്കി നോക്കാം. അപ്പം നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്.